നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീൽ എന്താണെന്നും അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ആക്ഷൻ ഉടനെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റ് ചെയ്തു വരുന്നത്. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ വിശ്വാസത്തോടു കൂടി കാണാൻ ശ്രമിക്കുക. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. മാത്രമല്ല നമ്മുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും സ്കിപ്പ് ചെയ്തു പോകണം കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഒരു കാരണവശാലും കണക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായ മനസ്സോടുകൂടി കാര്യങ്ങളെ കാണുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുക കേട്ടോ. അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കണക്റ്റ് ചെയ്യുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും എല്ലാം കണക്റ്റ് ചെയ്യുന്ന ഒരേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഓരോ റീഡിങ്സുകളിൽ എടുക്കുന്നത്. കൂടാതെ തന്നെ ഒരു മൈൻഡ് റീഡിംഗ് ആണ്, മറ്റൊരാളുടെ മനസ്സാണ് വായിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. പുറമേ ഉള്ളതായിരിക്കില്ല ഒരു വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത്. ആ ഒരു മനസ്സാണ് നമ്മൾ ഈ വായിച്ചെടുക്കുന്നത്. അപ്പം അതിനെ അതിൻ്റേതായ രീതിയിൽ വിശ്വാസത്തോടു കൂടി കണക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി മാത്രമാണ് കേട്ടോ കണക്ട് ചെയ്തേക്കുന്നത്. അത് ഏറ്റവും ടോപ്പ് എനർജി ആയിട്ടാണ് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കറൻറ്റ് തോട്ട്സ്, നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്, ഇതാ എംപറർ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു സ്ട്രോങ് ആണ് കേട്ടോ. വളരെ ഈഗോയുള്ളൊരു വ്യക്തിയാണ്. വളരെ മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നൊരു പേഴ്സണാണ്. വിട്ടുവീഴ്ച മനോഭാവം തീരെ ഇല്ലാത്ത ഒരു പരുക്കൻ ക്യാരക്ടർ എനർജിയുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ ഈ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ അറിയാത്തൊരു പേഴ്സൺ ആവാം. അതല്ലെങ്കിൽ ഇമോഷൻസുകളെ ഹൈഡ് ചെയ്യാൻ പവറുള്ളൊരു വ്യക്തിയാവാം. വളരെയധികം മെൻ്റൽ ക്ലാരിറ്റിയോടും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ഡിസിപ്ലിൻ, ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വളരെയധികം ഡിസിപ്ലിൻ പാലിക്കുന്ന, ഡിസിപ്ലിനോടുകൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാവാം. ചുറ്റുപാടിനെയെല്ലാം ഈ ഒരു പേഴ്സൺ കൺട്രോളിങ്ങും മാനേജിങ്ങും ചെയ്യാനുള്ള ഒരു പവറുള്ളൊരു പേഴ്സൺ ആവാം. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പ് എനർജിയിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാവാം. കരിയർ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ, മറ്റുള്ള ആളുകളെ കൺട്രോളിങ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്ന പേഴ്സണാണ്. മാത്രവുമല്ല ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയുള്ള വ്യക്തിയാണ്. ചുറ്റുപാടുകളിൽ മറ്റുള്ളവരെ, അതായത് പുറമേ ഉള്ള വ്യക്തികളെയെല്ലാം ഈ ഒരു പേഴ്സണ് വളരെയധികം മാനേജ് ചെയ്തു പോകാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തു പോകാനുള്ള ഒരു പവറുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഒരു ഭരണം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് എനർജിയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് എന്നാണ് കാണുന്നത്. ബിസിനസ് എനർജിയിലൊക്കെ ചിലപ്പോൾ ഒരു വ്യക്തി നല്ല രീതിയിൽ ശോഭിക്കുന്ന, നല്ല തന്ത്രശാലിയായ, നല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുകയും, അതായത് ഈ എന്താ പറയുക, നമ്മൾ കാരണവന്മാർ പറയും പോലെ പിടിച്ചിടം കൊണ്ടുപോകുന്ന ഒരു പേഴ്സണാലിറ്റിയുള്ള, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വാശിക്ക്, ഈഗോയ്ക്ക് മുന്നിൽ ആ ഒരു വ്യക്തി ഒരിക്കലും തോറ്റു കൊടുക്കില്ല. വളരെയധികം ഈഗോ പേഴ്സണാലിറ്റി ഉള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ഇപ്പോൾ കറൻറ്റ്ലി ആ ഒരു വ്യക്തിയുടെ അവസ്ഥ നമുക്ക് നോക്കിയിട്ട് കാണുന്നത്. നിങ്ങളെയും അവരെയും കണക്റ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഒരു ട്വിൻ ഫ്ലെയിം ജേണിയാണ്, ഒരു അർദ്ധനാരീശ്വര എനർജിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രത്തോളം പോസിറ്റീവാണ് നിങ്ങളും ആ ഒരു പേഴ്സണും. അതായത് ആ ഒരു വ്യക്തിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നത് ആ ഒരു പേഴ്സണുമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾ തമ്മിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാദർ മദർ റിലേഷനിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ പാകത്തിന് പവർഫുള്ളായൊരു
എനർജിയോട് കൂടിയ വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല ഒരു ട്വിൻ ഫ്ലെയിം ജേണി കൂടിയാണ് കേട്ടോ. നിങ്ങളിതൊരു പൂർവ്വജന്മ ബന്ധം തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റും. മാത്രവുമല്ല ഈ ഒരു പേഴ്സണെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ആ ഒരു പേഴ്സണ് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈഗോ എനർജി നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇയാൾക്ക് ഇമോഷൻസ് ഉണ്ട്, തനിക്ക് പാർട്ട്ണറായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിരാശ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുള്ള നിമിഷങ്ങൾ ആ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും ആ ഒരു വ്യക്തിക്ക് വളരെ ഹാപ്പിനെസ് നൽകുന്നുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ഡിഫിക്കൽറ്റി. ശരിക്കും അവർ തന്നെ ഒരു ട്രാപ്പഡ് എനർജിയിലാണ്. അവർ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പറ്റുമെന്നത് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അവരെ മറ്റാരും തടയുന്നൊന്നുമില്ല. അവർ തന്നെ സെൽഫായിട്ട് നിങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നതാണ് കേട്ടോ. വേറെ വ്യക്തിബന്ധങ്ങളുടെ ഒന്നും എനർജി ഇതിലേക്ക് കണക്റ്റഡ് ആകുന്നില്ല. അവർ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവർക്കൊരു നെഗറ്റീവ് തോട്ട്സ് ആണ്. കാരണം ഒരു ട്രാപ്പിഡ് ആണോ, അതായത് നിങ്ങളും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവാം. അവർക്കൊരിക്കലും മാച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു സംസാരം നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ടൈമിൽ ഒരു തെറ്റ് നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്ന ഒരു പ്രോബ്ലംസ് അവർക്ക് തീർച്ചയായിട്ടും അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഒരു വാക്ക് മതിയായിരിക്കാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ജീവിതകാലം മുഴുവനും പൊരുത്തപ്പെടാൻ പറ്റാത്ത വിധമായി പോകാനായിട്ട്. അപ്പോൾ എന്തോ ഒരു രീതിയിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റിൽ സംഭവിച്ചു പോയ ഒരു നെഗറ്റിവിറ്റി ഇപ്പോഴും ആ ഒരു പേഴ്സൺ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വെയിറ്റിംഗ് ചെയ്യുകയാണ് കേട്ടോ അവർ. ഇതെവിടം വരെ പോകുമെന്ന് നോക്കാം എന്നുള്ളൊരു വെയിറ്റിംഗ് എനർജിയിൽ തന്നെയാണ്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തന്നെ ആ ഒരു പേഴ്സൺ വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. അതുമാത്രമല്ല ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ആയിരിക്കുമെന്നതും അവർക്ക് വിശ്വാസമുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം, അവർക്കൊരു പുതിയൊരു ജീവിതം, ഒരു ഫ്യൂച്ചർ ലൈഫൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതും അവർക്കിഷ്ടം തന്നെയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുക എന്നത് അവർക്ക് മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ അവസരം, അതായത് നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടേക്കൊരു ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് നിൽക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഡോർ ഓപ്പൺ ആണ്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോളിനോ മെസ്സേജിനോ വേണ്ടി കാത്തിരിക്കുന്നു എന്നതും ആ ഒരു വ്യക്തിക്കും അറിയാം. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് വരുമെന്ന് ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കുന്നൊരു തീരുമാനമല്ല കേട്ടോ. ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. എന്താണെങ്കിലും ഒരു ട്രാവലിംഗ്, ചിലരെ സംബന്ധിച്ച് ഒരു ട്രാവലിംഗ് എനർജിയിലൊക്കെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബന്ധങ്ങൾ, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷനൊക്കെ ഇതിനകത്തുണ്ട്. അവർക്കൊരു നിരാശയുണ്ട്, ഒരു റിഗ്രറ്റ് എനർജി അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നിങ്ങളിൽ നിന്ന് ചെല്ലുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ മറ്റൊന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ചെല്ലുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഫുൾ എനർജീനെയും അവർ റിജക്റ്റ് ചെയ്യുകയാണ്. ഒന്നിനെയും ആ ഒരു പേഴ്സൺ സ്വീകരിക്കാത്ത വിധം ഒരു റിലാക്സ്, ഒരു സമാധാനം വേണം, ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, എലോൺ എനർജിയിൽ പോകുക എന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻസിനെ ഈ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാവാം. അതൊരു ടോക്സിക് പോലുള്ളൊരു എനർജി ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നത് ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് അത് അൺഹെൽത്തിയാണ്. ആ ഒരു വ്യക്തിക്ക് പറ്റിയൊരു കാര്യത്തെ അല്ല. ആ വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിലധികം ചെല്ലുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു വ്യക്തിക്ക് അൺഹെൽത്തിയാണ്. പക്ഷെ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരു സിറ്റുവേഷൻസിൽ ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതേസമയം
നിങ്ങളുടെയും ഒന്നിലധികം വ്യക്തികളുടെയും ഇമോഷൻസിനെ ആ ഒരു പേഴ്സൺ റിജക്റ്റും ചെയ്യുന്നുണ്ട്. എന്താണേലും നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് നോക്കുമ്പം ഇപ്പം ആ ഒരു പേഴ്സൺ ഒന്നെങ്കിൽ ബ്ലോക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ ബൗണ്ടറി ഇട്ട് നിൽപ്പുണ്ടാവാം, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ പൂർണ്ണമായിട്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ നിൽക്കുന്നുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട് എന്നാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻസ് ഉണ്ട്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണലി ചിലപ്പോൾ ഇതൊരു 40 എബോവ് ആയ വ്യക്തികളുടെ എനർജിയും കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഏജ്ഡ് ആയി ഒരു 30-40 എബോവിലേക്കൊക്കെ പോകുന്ന വ്യക്തികളെ നമുക്ക് ഇതിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ഇമോഷണൽ പരമാക്കുന്ന കാര്യങ്ങളിൽ ഒരു കൺട്രോൾ വേണമെന്ന് സ്വയം ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന, ഇമോഷൻസിനെ എപ്പോഴും ഹൈഡ് ചെയ്തു പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഇമോഷണലി കൺട്രോളിങ് ആണ്. കൂടാതെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ ഒരു വ്യക്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർക്കുന്നു, ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊന്ന് പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് അവർക്ക് വന്നു ചേരാൻ പറ്റാത്ത വിധമുള്ള ഒരു ഈഗോ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധം ഇപ്പോഴത്തെ കറൻറ്റിൽ നോക്കുമ്പോൾ ടോക്സിക് ആണ്. നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെക്കുറിച്ച് ആ ഒരു വ്യക്തി ഓർക്കുന്നു, മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അത് നമ്മളിലേക്ക് വന്ന് ചേരുന്നില്ല എന്നത് തന്നെ ഒരു ടോക്സിക് എനർജി ആയിട്ടാണ്. അതായത് പെയിൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ച്. എന്നാൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചും പെയിൻ എനർജി തന്നെയാണ്. ഒരു സമാധാനമില്ലായ്മ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം, അതായത് അവർക്ക് വെറും നിസ്സാരമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാം. ഒരു പ്രതിസന്ധികളോ തടസ്സങ്ങളോ ഒന്നുമില്ല. അവർ സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുത്താൽ അവർക്ക് നിങ്ങളിലേക്ക് വന്നു ചേരാം. പക്ഷേ അവർക്ക് കൺഫ്യൂഷനാണ്, ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി വേണോ, ഈ ഒരു ബന്ധം കണക്റ്റ് ചെയ്താൽ എനിക്ക് നല്ലതാണോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്ന് തന്നെയാണ് കാണുന്നത്. കൂടാതെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിരാശ വളരെ ശക്തമായിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ആ ഒരു വ്യക്തി നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഹാപ്പിനെസ് ഉണ്ട്, സന്തോഷമുണ്ടെങ്കിലും മറ്റ് ചില വശങ്ങളിലേക്ക് നോക്കുമ്പം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധമുള്ള ഒരു വിരക്തി ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ എഫോർട്ട് എടുക്കേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് പോകണമെങ്കിൽ എഫോർട്ട് എടുക്കേണ്ടി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒന്നെങ്കിൽ ത്യാഗ മനോഭാവത്തോടു കൂടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു വിവാഹം, പാർട്ട്ണർ എനർജിയിലേക്ക് കടക്കാൻ പാകത്തിന് മനസ്സ് പ്രാപ്തമല്ല, അല്ലെങ്കിൽ അതിന് ആ ഒരു വ്യക്തിയുടെ മനസ്സിന് ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല. ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്, പറഞ്ഞതുപോലെ ടോക്സിക്, അതുപോലെ തന്നെ സ്വയം ഒരു ബന്ധനാവസ്ഥ, വിരക്തി എനർജി, എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, ലൈഫിൽ ഒരു എലോൺ എനർജിയിൽ പോയാലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിരക്തി ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. ശരിക്കും ആൻസൈറ്റിയും ഡിപ്രഷൻ എനർജിയൊക്കെയാണ്. ശരിക്കും ആ ഒരു വ്യക്തി ഉറങ്ങുന്നില്ല. മൊത്തത്തിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മാനസികമായിട്ടും തകർച്ചയാണ്. അതായത് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പാർട്ട്ണർ എനർജിയിൽ എഫോർട്ട് എടുത്താൽ മാത്രമാണ് ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ അവർക്കത് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലൂടെ പോകുക എന്നത് അവർക്ക് സാധിക്കുന്നില്ല. അത് സമയത്തിൻ്റെ ഒരു എനർജി ആവാം. അവർക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളിൽ തൃപ്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി അവരിൽ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം, പുതിയൊരു മാറ്റം നിങ്ങളുടെ ജീവിത ലൈഫിൽ വരും. കാരണം ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്താണെങ്കിലും നിങ്ങളെ തേടി വരും. ശരിക്കും ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ടുള്ളവർക്കൊക്കെ ഒരു മാര്യേജിന് പറ്റിയ റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. അതായത് നിങ്ങൾക്കും അവർക്കും ഒരുമിച്ച് ഒരു ഫ്യൂച്ചർ ലൈഫിലേക്ക് പോകാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് തന്നെയായിട്ടാണ് നമുക്ക് കാണുന്നത്.
അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ആണെങ്കിലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലാണെങ്കിലും ഇതിനെ വളരെ പോസിറ്റീവായിട്ട്, അതായത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന, സക്സസ് വരുത്താൻ പറ്റുന്ന, ജീവിതത്തിലേക്ക് ഒരു എന്താ പറയുക, ഒരു ഫ്യൂച്ചർ സക്സസ് എനർജിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന റിലേഷൻ തന്നെയാണ്. പക്ഷേ എത്രത്തോളം നിങ്ങളും അവരും തമ്മിൽ പോസിറ്റിവിറ്റി ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്കും അവർക്കും ഒരു സൈഡിൽ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. വളരെയധികം ഒരു സ്റ്റക്ക് അവസ്ഥയാണ്, ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുമ്പം പോലും ആ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു നിരാശ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിരക്തി എനർജിയൊക്കെ കൂടുതലായിട്ട് കണക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ടൈം ചേഞ്ച് ചെയ്യുന്നവരെ നിങ്ങൾ ചിലപ്പോൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടെന്നാണ് കാണുന്നത്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഉള്ള, നല്ലൊരു മാനേജിങ് പവറുള്ള, ഒരു സെൽഫ് ഡിസിപ്ലിനൊക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ്. അതുമാത്രമല്ല ഒരു എന്താ പറയുക ആത്മാർത്ഥത കൂടെയുള്ളവരെ ആണെങ്കിലും ഒരു ശരിക്കും ഒരു നിഷ്കളങ്കമാകുന്ന ഒരു മനസ്സിൻ്റെ ഉടമ എന്നൊക്കെ തന്നെ പറയാൻ പറ്റും. നമുക്ക് തുറന്ന് കാര്യങ്ങൾ സംസാരിച്ചാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ, ആരെങ്കിലും ഒരു അഡ്വൈസ്, ഒരു മധ്യസ്ഥത നിന്നാലൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരമാകുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണേലും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഹാപ്പി ഫാമിലി എനർജി തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്, അതായത് തടസ്സങ്ങളുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഇവരുടെ ഫാമിലി എനർജി ആയിട്ടോ അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിട്ടോ നിങ്ങൾക്കും ഇവർക്കും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്ത വിധമുള്ള ശക്തമാകുന്ന തടസ്സങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. വ്യക്തികൾ തന്നെ, ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ബ്ലോക്ക് ആക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വിരക്തിയും ഒരു മടുപ്പുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഉള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ന്യൂസിലേക്ക് ഈ ഒരു ബന്ധം എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിലേ എനർജിയാണ്, കാലതാമസം കാണുന്നുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ, ഒരു തേർഡ് പാർട്ടി എനർജി ഇതിനകത്ത് നിൽപ്പുണ്ട്. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ മറികടന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു മാരേജ് എനർജിയിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ എത്തിക്കാൻ പറ്റും. ഭാര്യപത്രം, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോട് കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസും ഉണ്ട്. അല്ലാത്ത എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്ക് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വരും. ആ ഒരു വ്യക്തിയിൽ നിന്ന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ല പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുമെന്നത് 100% ഉറപ്പാണ്. അവരെന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവരൊരു ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു പ്രോഗ്രസ് തന്നെയാണ്, അതായത് ഒരു ഫ്യൂച്ചർ എനർജി തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സിംഗിൾ എനർജിയിൽ നിൽക്കുന്നവർക്കൊരു മാരേജ് എനർജി തന്നെ, അല്ലാത്തവർക്ക് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാണ് ആ ഒരു വ്യക്തി ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹാർട്ട് ബ്രോക്കൺ ആണ് കേട്ടോ. ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെയോ നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു കർമ്മ നിൽപ്പുണ്ട്, ഒരു സ്ത്രീ ശാപം പോലുള്ളൊരു എനർജി നിങ്ങളുടെയോ ആ ഒരു വ്യക്തിയുടെയോ ലൈഫിൽ നിൽപ്പുണ്ട്. അത് തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ബ്ലോക്കേജ് ആയിട്ട് കാണുന്നത്. പിന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈഗോ കൂടുതലാണ്. നിങ്ങൾക്കും അവർക്കും ഇടയിലൊരു ലോങ് ഡിസ്റ്റൻസ്, അതല്ല എങ്കിലൊരു എന്താ പറയുക നോ കോണ്ടാക്റ്റ് എനർജി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ട്രാജഡി, കുറച്ച് നിരാശ, ദുഃഖം, ദുരന്തങ്ങളെ നേരിടുക എന്നുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അവരുടെ ഈഗോ കാരണം നിങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഇതിനകത്തൊരു ബിഗ് ചേഞ്ചിങ്, ഇപ്പം നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചില അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതായത് ഒരു വലിയ മാറ്റം, ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണക്റ്റ് ചെയ്ത് വരാനുണ്ട് എന്നാണ് കാണുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പേഴ്സൺ ഈഗോയാണ് വലിയൊരു പ്രശ്നം. ആ ഒരു വ്യക്തിക്ക് മെയിലായാലും ഫീമെയിലായാലും ആ ഒരു ഈഗോ ഒന്ന് കളയുവാണെങ്കിൽ, ജസ്റ്റ് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. നിങ്ങളുടെ പാസ്റ്റിലുള്ള കമ്മ്യൂണിക്കേഷനിൽ സംഭവിച്ച ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ, അതായത് നിങ്ങൾക്കിടയിലുണ്ടായ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ അവരുടെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. മാത്രവുമല്ല, അവർക്ക് നിങ്ങളോട് ഒരു ദേഷ്യഭാവമുണ്ട്, വളരെ ശക്തമാകുന്ന ഒരു സ്നേഹവുമുണ്ട്. സ്നേഹത്തോട് ചേർന്ന് തന്നെ ഒരു ദേഷ്യഭാവവും അവരുടെ ഉള്ളിലുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷനിൽ പറ്റിപ്പോയ ചില മിസ്റ്റേക്കുകൾ, അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് വന്നു, അവരാഗ്രഹിക്കാത്ത എന്തൊക്കെയോ രീതിയിലുള്ളൊരു ബിഹേവിയർ നിങ്ങൾക്കും അവർക്കും ഇടയിൽ സംഭവിച്ചു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ ആലോചിക്കുകയാണ് എന്ത് ജഡ്ജ്മെൻറ്റാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നടത്തേണ്ടത് എന്നുള്ളതും. മാത്രമല്ല, നിങ്ങൾക്കൊരു നീതി തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു വഴിക്കെന്ന് നോക്കുമ്പോൾ നിങ്ങളോട് അവർക്ക് വളരെയധികം ഇഷ്ടവും സ്നേഹവും റെസ്പെക്റ്റും ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് ഈഗോ എനർജി, ദേഷ്യം. ചിലപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചിലത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ ആയിരിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ അവരൊരു എലോൺ എനർജിയിലാണ് കേട്ടോ. ഒന്നിനും പിടികൊടുക്കാതെ അവരൊരു ഇമോഷണൽ ബൗണ്ടറി ഇട്ട് അവരിൽ മാത്രം അവർ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഒരു ബർഡൻ ഇറക്കി വെക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. പ്രാർത്ഥനയോടുകൂടിയും പോസിറ്റിവിറ്റിയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക. റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.